ഹലോ. അപ്പോൾ ഇന്ന് നമ്മൾ കെൻഡൽ സ്റ്റോക്ക് കാൽക്കുലേഷൻ ആട്ടോ നോക്കുന്നത്. ഇത് ഒരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ ആണ് സ്റ്റാറ്റിസ്റ്റിക്സിൽ MPC 006 കേട്ടോ. ഒരു 6 മാർക്സിനൊക്കെ മിക്കവാറും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ലാസ്റ്റ് ഇയർ ഇല്ല തോന്നുന്നുണ്ടായിരുന്നു, 2024 ചോദിച്ചിട്ടില്ല, പക്ഷേ അതിൻ്റെ മുന്നത്തെയൊക്കെ പേപ്പറിൽ ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കെൻഡൽ സ്റ്റോക്ക്. ഓക്കെ, ഇത് വളരെ ഈസിയാണ് കേട്ടോ, വളരെ ഈസിയാണ്. അപ്പോൾ ഇതിൻ്റെ പർപ്പസ് എന്താണെന്ന് വെച്ചാൽ രണ്ട് വേരിയബിൾസിൻ്റെ അസോസിയേഷൻ, രണ്ട് ഗ്രൂപ്പ്സിൻ്റെ കോറിലേഷൻ കാണാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് വരികയെന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ കമ്പ്യൂട്ട് കെൻഡൽ സ്റ്റോക്ക് ഫോർ ദ ഫോളോയിങ് എന്ന് പറഞ്ഞിട്ട് ഒരു ഡാറ്റ ഒരു ടേബിൾ തരും. XY എന്നോ അല്ലെങ്കിൽ PQ എന്തെങ്കിലും പറഞ്ഞിട്ട് നമുക്കൊരു ടേബിൾ തരും. അപ്പോൾ അതിൻ്റെ നമ്മൾ കോറിലേഷൻ കാണണം. ഓക്കെ, അപ്പോൾ ഞാനൊരു ക്വസ്റ്റ്യൻ ഫോർ എക്സാമ്പിൾ ഇവിടെ ഞാനൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിന് എടുത്തൊരു ക്വസ്റ്റ്യനാണിത്. അതാണ് ഞാനിപ്പോൾ ഒന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൽ നമുക്ക് N എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5 ആണ്. 5 നമ്പറുള്ള രണ്ട് ഗ്രൂപ്പിനെയാണ് നമ്മൾ കെൻഡൽ സ്റ്റോക്ക് കാണേണ്ടത്. അപ്പോൾ അതിൽ XY എന്ന് പറഞ്ഞിട്ട് നമുക്ക് 5 നമ്പർ തന്നിട്ടുണ്ട് കേട്ടോ. ഇതാണ് ക്വസ്റ്റ്യൻ. ഇതേപോലെയാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കുക. ഓക്കെ, അപ്പോൾ ഇതിനൊരു 5 സ്റ്റെപ്പാണുള്ളത് നമുക്ക് മൊത്തം ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് അപ്പോൾ ഇതിൻ്റെ കാൽക്കുലേഷൻ ബേസ്ഡ് ഓൺ ദി റാങ്ക് ആണ്. രണ്ട് ഗ്രൂപ്പിൻ്റെയും റാങ്ക് ചെയ്തിട്ട് അതിനെ ബേസ് ചെയ്തിട്ടാണ് ഫർദർ എല്ലാ കാൽക്കുലേഷനും ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് പറഞ്ഞാൽ റാങ്കിങ് ബോത്ത് ഗ്രൂപ്പ് ഡാറ്റ. രണ്ട് ഗ്രൂപ്പിലും ഡാറ്റേനെ നമ്മൾ റാങ്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ XY എഴുതി നമ്മളതിനെ റാങ്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ റാങ്ക് ചെയ്യുന്ന എങ്ങനെയാണ്? അപ്പം 7, 8 ഫസ്റ്റത്തെ എക്സിൻ്റെത് 7, 8, 5, 6, 3 അതിലേതാ ഫസ്റ്റ് റാങ്ക് വരുന്നത്? നമ്മൾ അസെൻഡിങ് ഓർഡറിലാണ് റാങ്ക് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് റാങ്ക് ഏതാണ് വരുന്നത്? 3ക്ക് 1 കൊടുക്കാം അല്ലേ? 3ക്ക് നമ്മൾ 1 കൊടുക്കും. ഏറ്റവും ചെറുത് 3 അല്ലേ, ഇപ്പോൾ 1. അപ്പോൾ അതിനേക്കാളും വലുത് ഏതാ? 5. 5ന് 2 കൊടുത്തു, 6ന് 3 കൊടുത്തു, 7ന് 4 കൊടുത്തു, 8ന് 5 കൊടുത്തു. ഓക്കെ, ഇനി സെയിം വേ Yക്ക് നമ്മൾ ചെയ്യണം. 1, 2, 3ക്ക് 3, 4ന് 4 കൊടുത്തു, 6ന് 5 കൊടുത്തു. ഓക്കെ, ഇത് റാങ്കാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി അടുത്ത സ്റ്റെപ്പ് 2 എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഈ റാങ്കിന് രണ്ടിനും എന്ത് ചെയ്യണം? അസെൻഡിങ് ഓർഡറിൽ എഴുതണം. അപ്പോൾ നമ്മൾ രണ്ടിനും അല്ല എഴുതുന്നത്, നമ്മൾ ഒന്നിനെ അസെൻഡിങ് ഓർഡറിൽ എഴുതും. അപ്പം നമ്മൾ ഡാറ്റ എക്സിൻ്റെ റാങ്കിനെ നമ്മൾ അസെൻഡിങ് ഓർഡറിൽ എഴുതാൻ പോവാണ്. ഓക്കെ, അപ്പം അതേപോലെ ബോക്സ് വീണ്ടും എഴുതി നമ്മൾ എന്ത് ചെയ്യുക? RX എന്നിട്ടു കേട്ടോ. RX ഇതിപ്പോൾ റാങ്ക് ആണല്ലോ, അപ്പം അതുകൊണ്ട് നമ്മളതിന് RX എന്നിട്ടു. RXനെ നമ്മൾ എന്ത് ചെയ്യും? അസെൻഡിങ് ഓർഡറിൽ എഴുതും. 1, 2, 3, 4, 5 അതേ ഓർഡറിൽ അങ്ങ് എഴുതും. 4, 5 എന്നിട്ട് എന്ത് ചെയ്യും? അതിൻ്റെ കറസ്പോണ്ടിങ് RY എഴുതും. 1ന് കറസ്പോണ്ടിങ് എന്താ? നമുക്ക് മോൾട്ട് ടേബിളിൽ 1ന് കറസ്പോണ്ടിങ് എന്താ? 2 അല്ലേ? 1ന് കറസ്പോണ്ടിങ് നമുക്ക് കിട്ടിയ വാല്യൂ Y ടേബിളിൽ എന്താ? 2 ഉള്ളത്. അപ്പോൾ 2ന് കറസ്പോണ്ടിങ് Y ടേബിളിൽ എന്താ വാല്യൂ ഉള്ളത്? 3. 3ന് കറസ്പോണ്ടിങ് Y ടേബിളിലെ വാല്യൂ എന്താണ്? 1 അല്ലേ? അതുപോലെ 4ന് കറസ്പോണ്ടിങ് 4, 5ന് കറസ്പോണ്ടിങ് 5. നമ്മൾ RXും RYയും ടേബിൾ എഴുതി. ഇനി നമ്മൾ കൺസിഡർ ചെയ്യുന്ന RYനെ മാത്രമാണ്. അതാണ് നമ്മുടെ സ്റ്റെപ്പ് 3. നമ്മളൊരു ടേബിൾ പോലൊരു സംഭവം ഉണ്ടാക്കും. നോക്കട്ടെ, അപ്പോൾ അതിൽ നമ്മൾ RYനെ മാത്രമാണ് കൺസിഡർ ചെയ്യുന്നത്. കണ്ടോ? അപ്പോൾ അതിൽ നമ്മൾ RYനെ നമ്മളിവിടെ എടുത്തെഴുതി. 2, 3, 1, 4, 5 എന്നിട്ട് ലാസ്റ്റ് ഒരു കോളം കൂടി നമ്മൾ ആഡ് ചെയ്തു, ടോട്ടൽ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, എന്നിട്ട് നമ്മൾ ചെയ്യുന്നത് ശ്രദ്ധിക്കുക. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് RYയിൽ ഫസ്റ്റ് നമ്മൾ ഇറക്കി എഴുതി. എന്നിട്ട് ബാക്കിയുള്ളതിന് നമ്മൾ എന്ത് ചെയ്യും? ഇതിനെ മൈനസ് ചെയ്യും. ഇപ്പോൾ 3 - 2 എന്താ നമുക്ക് കിട്ടുക? ഒരു പോസിറ്റീവ് വാല്യൂ അല്ലേ? 1 ആണ്. അതുപോലെ 1 - 2 വരുമ്പോൾ നമുക്ക് നെഗറ്റീവ് വാല്യൂ കിട്ടും. അതുകൊണ്ട് മൈനസ് എഴുതി. 4 - 2 നമുക്ക് എന്താ കിട്ടുക? പോസിറ്റീവ് വാല്യൂ. അതുകൊണ്ട് അവിടെ പ്ലസ് എഴുതി. 5 - 2 എന്താ നമുക്ക് കിട്ടുക? പോസിറ്റീവ് വാല്യൂ അല്ലേ? അപ്പോൾ അവിടെ പോസിറ്റീവ് എഴുതി. എന്നിട്ട് ആ പോസിറ്റീവിന് നെഗറ്റീവിന് സമ്മ എഴുതി. പ്ലസ് മൈനസ് പ്ലസ് പ്ലസ്. അപ്പോൾ എത്രയാണ്? 3 പ്ലസ്സും ഉണ്ട്, ഒരു മൈനസും ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് എഴുതി? 2 പ്ലസ് എന്ന് എഴുതി. അതായത് ഫസ്റ്റ് റോൾ ശ്രദ്ധിച്ചോ? ഫസ്റ്റ് റോൾ. അപ്പോൾ സിമിലർ വേ ആണ് ബാക്കിയെല്ലാം എഴുതേണ്ടത്. പിന്നെ നമ്മൾ അടുത്തതിൽ 3 ഇറക്കിയിട്ടു സെയിം വേല്. അപ്പോൾ 1 - 3 മൈനസ്, 4 - 3 പ്ലസ്, 5 - 3 പ്ലസ്. നമ്മൾ അതിൻ്റെ സമ്മ എഴുതി. പിന്നെ 1 ഇറക്കിയിട്ടു. 4 - 1 എത്രയാണ്? പ്ലസ് ആണ്. 5 - 1ഉം പോസിറ്റീവാണ്. അപ്പോൾ എന്ത് ചെയ്യും? നമുക്ക് 2 പോസിറ്റീവ് കിട്ടി. എന്നിട്ട് നമുക്ക് 4 മാത്രമേ ഉള്ളൂ. 4നെ ഇറക്കിയിട്ടു. 5 - 4 എന്താ? പ്ലസ് ആണ്. അപ്പോൾ നമ്മൾ 1 പ്ലസ് എഴുതി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇതിനെ ഫുള്ളിൻ്റെ ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്യും. അപ്പം നമുക്ക്
ടോട്ടൽ കിട്ടി. ഏതാ? ആ 2 + 1 + 2 + 1 അപ്പോൾ 4 + 2 6 കിട്ടി. ടോട്ടൽ കിട്ടി. ഇതാണ് നമ്മൾ ഒരു ഇക്വേഷനിൽ നമ്മൾ ഈ ടോട്ടൽ യൂസ് ചെയ്യണം. അപ്പം ഈ ടോ എന്ന് പറഞ്ഞൊരു ഇതിൻ്റെ കാൽക്കുലേഷൻ എന്താണ്? 2s/n × n-1 എന്നാണ് അതിൻ്റെ കാൽക്കുലേഷൻ വരുന്നത്. ഓക്കെ, ടോ = ഈ കാൽക്കുലേഷൻ എല്ലാവരും പഠിച്ചു പോകണം. കാരണം ഇത് ഭയങ്കര ഈസി ആയൊരു സംഭവമാണ്. ഇതൊരിക്കലും മിസ്സാക്കരുത് കേട്ടോ. ടോ = 2s/n × n-1. അതിൽ എസ് ആണ് എന്ത് നമുക്ക് കിട്ടിയ ടോട്ടൽ 6. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ആ വാല്യൂ റീപ്ലേസ് ചെയ്യുക. 2 × 6/n × n-1. n എത്ര നമുക്ക് ആദ്യമേ പറഞ്ഞില്ലേ? 5 നമ്പർ ആ ഒരു ഗ്രൂപ്പിലുണ്ടായിരുന്നു. അപ്പോൾ 5 × 5 - 1 എത്രയാ? മുകളിൽ 12/20 കിട്ടും. 2 × 6 12, 5 × 4 20. അപ്പോൾ 6/10 കിട്ടി. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 0.6 കിട്ടി. അപ്പോൾ ഇതാണ് എന്ത് നമുക്ക് കിട്ടിയ ടോൻ്റെ വാല്യൂ. ഇതിന് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ കോറിലേഷൻ പറയുന്നത്. അപ്പോൾ എന്താ? മോഡറേറ്റ് പോസിറ്റീവ് കോറിലേഷനാണ് ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ. ഇതാണ് നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഈ ഒരുവിധം എല്ലാ ക്വസ്റ്റ്യൻസും ഈ ഒരു ഫോർമാറ്റിൽ തന്നെയാണ് വരിക. ചില ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് നേരെ RX RYയിൽ അങ്ങ് തരും. പിന്നെ നമ്മൾ ബാക്കി കാൽക്കുലേഷൻ നോക്കിയാൽ മതി. അപ്പോൾ നമ്മൾ റാങ്ക് ചെയ്യേണ്ട ആവശ്യം വരില്ല. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ കണ്ടാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ ഇപ്പോൾ ഡാറ്റ എക്സ് ഡാറ്റ വൈക്ക് വരെ നമ്മൾ എന്ത് ചെയ്യും? RX RY എന്ന് പറയും. അപ്പോൾ അങ്ങനെ നമുക്ക് നേരെ അവിടെ നിന്ന് തൊട്ടങ്ങ് ചെയ്താൽ മതി. അപ്പം ആക്ച്വലി ഈ സ്റ്റെപ്പ് 3 വരെയാണ് ടേബിൾ ഉണ്ടാക്കി. സ്റ്റെപ്പ് 4 ആണ് നമ്മൾ കാൽക്കുലേഷൻ. സ്റ്റെപ്പ് 5 നമ്മൾ എന്ത് ചെയ്യുക? കൺക്ലൂഡ് ചെയ്യാണ് എന്താണ് കോറിലേഷൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഭയങ്കര ഈസിയാണ്. എല്ലാവരും ഇത് പഠിച്ചു പോവുക. ഒരു 6 മാർക്കിന് മിക്കവാറും ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പം ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ എൻ്റെ ഫർദർ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും. ഓക്കെ, ഞാൻ ബാക്കി ഇമ്പോർട്ടൻ്റ് ആയ എല്ലാ ക്വസ്റ്റ്യൻസും ടോപ്പിക്സ് എല്ലാം ആയി വരുന്നതായിരിക്കും. താങ്ക് യു.